എ പ്ലസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ക്ലിംസസ് ഓഫ് ഗ്രീൻ, പച്ചയിലെ നേർക്കാഴ്ചകൾ എന്നൊക്കെ നമുക്കിതിനെ മീനിങ് കൊടുക്കാം. ഈ യൂണിറ്റ് ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഹെഡിങ്ങിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. സ്റ്റോറികളായിട്ടും കവിതകളായിട്ടൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുക അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ ഒരു ചിത്രമാണ്. അതിന് മുകളിൽ നമുക്കൊരു ചെറിയ കവിത, ഒരു ജപ്പാനീസ് കവിതാ രീതി, അതായത് ഹൈക്യു എന്ന പേരിൽ ഒരു ജപ്പാനീസ് കവിതാ രീതി അവിടെ കൊടുത്തിട്ടുണ്ടാകും. 3 ലൈനിലായിട്ട് ഒരു പോയം അവിടെ കാണാവുന്നതാണ്. ദ മൗണ്ടൻ മിസ്റ്റ് ഹോവറിംഗ് ഓവർ ദ പെയിൻസ് ആൻഡ് ദ പോൺസ് unveils the heaven. The mountain mist hovering over the plains and ponds unveils the heaven. കുന്നുകളിലെ മഞ്ഞുകൾ എന്ത് ചെയ്യുന്നു? അത് പെയിൻ മരങ്ങളിലൂടെയും കുളങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അൺവെയിൽസ് ദ ഹെവൻ, അത് നമുക്ക് വെളിപ്പെടുത്തുന്നത് ഒരു സ്വർഗത്തെ പോലെയാണ്. അതായത് പ്രകൃതിയുടെ ഈ ഭംഗി നമുക്കൊരു സ്വർഗാനുഭൂതി നൽകുന്നു എന്നാണ് നമ്മൾ ഇവിടെ ഒരു ചെറിയ കവിതാരൂപതയിൽ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതിന് ഹൈക്യു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈക്യു എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് കവിതാ രീതിയാണ്. അതായത് 3 ലൈനിലായിട്ട് കവിത എഴുതുന്നതിനാണ് ഹൈക്യു എന്ന് പറയാം. അപ്പോൾ ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രകൃതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ നമ്മൾ ആരംഭിക്കുകയാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡെസൻറ്റ്. റസ്കിൻ ബോണ്ടാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്, ബ്രിട്ടീഷ് ഡെസൻറ്റിൽ താമസിക്കുന്ന, അതായത് ബ്രിട്ടനിൽ താമസിക്കുന്ന, പക്ഷേ എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചു വളരുകയും ചെയ്ത ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റോയൽ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ദ റൂം ഓൺ ദ റൂഫ് എന്ന നോവൽ അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ് എഴുതിയത്. ഇറ്റ് ഗോട്ട് ജോൺ ലെവില്യൻ റൈൻസ് പ്രൈസ് ഇൻ 1957. ഈ അദ്ദേഹത്തിൻ്റെ ആ നോവൽ അതിന് ജോൺ ലെവില്യൻ റൈൻസ് പ്രൈസ് എന്ന് പറയുന്ന പ്രൈസ് 1957 അദ്ദേഹത്തിന് ലഭിച്ചു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ആംഗ്രി റിവർ എന്ന പുസ്തകമായിരുന്നു. ഇൻ 1992 ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദേറ. അദ്ദേഹത്തിൻ്റെ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ദേറ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റോറിക്ക് അദ്ദേഹത്തിന് 1992 അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹി വാസ് അവാർഡ് ദ പത്മശ്രീ ഇൻ 1999 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്, അതായത് ബാല്യ സാഹിത്യത്തിന്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അദ്ദേഹത്തിൻ്റെ സംഭാവനക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് പത്മശ്രീയും 1999 ലഭിച്ചിട്ടുണ്ട്. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017. അദ്ദേഹത്തിന് 2017 അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഹി നൗ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മസൂരിക്കടുത്തുള്ള ലാൻഡോർ എന്ന് പറയുന്ന പ്രദേശത്തിലാണ്
അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടു കൂടി അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ആൽമരത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ചാപ്റ്ററിൽ ചുരുക്കത്തിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ പ്രത്യേകമായിട്ട് ഇമാനം അതിൽ നിന്നു കൊണ്ടാണ് അദ്ദേഹം പ്രകൃതിയെ നിരീക്ഷിക്കുന്നതും എന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് ഇതിന് വരാൻ കാരണമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നുള്ള ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ്, ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നേച്ചർ ഈസ് ഫോർ, ശ്രദ്ധിക്കുക, നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും, ഓൾ ലിവിങ് ബീങ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ എ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യനും എന്ത് ചെയ്യണം? പ്രകൃതിയോട് ഒരു ഐക്യത്തോടു കൂടി അല്ലെങ്കിൽ പ്രകൃതിയിൽ ലയിച്ച് മനുഷ്യനും ജീവിക്കണം എന്നാണ് പറയുന്നത്. ബീങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. അതായത് മാന്ത്രികതയാണ്. അതായത് പ്രകൃതിയോട് കൂടി ജീവിക്കുക എന്നുള്ളത്, പ്രകൃതിയിൽ അലിഞ്ഞ് ജീവിക്കുക അല്ലെങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത് ഒരു മാന്ത്രികതയായിട്ടാണ് നമുക്ക് തോന്നുക. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലേഷർ ടൈം വിത്ത് നേച്ചർ? നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് പ്രകൃതിയുമായിട്ട് നമ്മുടെ ഒഴിവ് സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് us read how a boy experienced and blended with the essence of nature. നമുക്ക് വായിക്കാം, നമുക്ക് തുടങ്ങാം. ഒരു കുട്ടി എങ്ങനെയാണ് അവൻ്റെ അനുഭവങ്ങൾ പ്രകൃതിയുമായിട്ട് ചേർന്നിട്ട് അവൻ ചെലവഴിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വായിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ നമ്മൾ തുടങ്ങുകയാണ്. The house and grounds of our home in India were grandfather's domains. എന്നാലും the house and grounds, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പറമ്പും, ഓഫ് അവർ ഹോം, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അതിന് ചുറ്റുഭാഗത്തുള്ള പറമ്പ്, അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്, അതൊക്കെ ഇനി ഇന്ത്യയിൽ അദ്ദേഹം താമസിച്ചിരുന്ന സമയത്ത് വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അതൊക്കെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റേതായിരുന്നു. അതായത് അദ്ദേഹം ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഒന്നുകൂടി ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റേതായിരുന്നു ആ വീടും ആ പറമ്പും എല്ലാം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൽമരം അത് എൻ്റേതായിരുന്നു. അതിന് അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു ഒരു വലിയ ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു, അത് മാത്രം എൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ്, അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സ് പ്രായമായിരുന്നു. കുഡ് നോട്ട് ലോങ്ങർ ക്ലൈം ഇറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല, അതായത് ഈ ആൽമരത്തിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. അതിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത് കാരണത്താൽ എൻ്റെ ഗ്രാൻഡ് മദർ അവരെ എന്നും പരിഹസിക്കുമായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഇറ്റ് ഓഫ് സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മെൻറ്റ്. മാത്രമല്ല ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. അദ്ദേഹം അവർക്ക് കളിയാക്കുമായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മെൻറ്റ്. അതായത് കൗണ്ടസ് ഓഫ് ഡസ്മണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്ഞി അല്ലെങ്കിൽ പ്രഭി എന്നൊക്കെ പറയാം. പ്രഭുവിൻ്റെ ഭാര്യ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രഭുവിൻ്റെ ഭാര്യ എന്ന രീതിയിൽ. അതായത് അതിവിടെ പറയാൻ കാരണം കൗണ്ടസ് ഓഫ് ഡസ്മണ്ട് എന്ന് പറഞ്ഞാൽ ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117. അതായത് ഒരു ഇംഗ്ലീഷ് വുമണാണ്. ഹൂ ലിവ്ഡ് വിത്ത് ദ ഏജ് ഓഫ് 117. ആ സ്ത്രീ ആ രാജ്ഞി 117 വർഷം വരെ അവർ ജീവിച്ചു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ.
അവർ ജീവിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ, ഇനിയും ജീവിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അവരൊരു ആപ്പിൾ ട്രീയിൽ കയറിയിട്ട് അവർ അതിൽ നിന്ന് വീണ് മരിച്ചു. അതിൽ നിന്ന് വീണിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ഇനിയും ഈ 117 വർഷത്തിനേക്കാളും ജീവിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ എന്തായിരുന്നു എപ്പോഴും കളിയാക്കുമായിരുന്നു എന്ന് ഇവർ പറയണം. അതായത് ഈ ഗ്രാൻഡ് ഫാദറിന് ഒരുപാട് പ്രായം ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്രായമായതിൻ്റെ കാരണത്താൽ അവരിനി ഈ മരത്തിന്മേൽ കയറിയിട്ട് അതിന് ശ്രമിച്ചാൽ ഇനിയും അവരും ഇതുപോലെ തന്നെ ഈ കൗണ്ടൻസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്ന അവരെ പോലെ അതിൽ നിന്ന് വീണിട്ട് അവരും പരിക്ക് പറ്റിയിട്ട് മരിക്കുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ സ്പ്രെഡിങ് ബ്രാഞ്ച് ഓഫ് ദ ബാനിയൻ ട്രീ, അവരിനി ബാനിയൻ ട്രീനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താണ്. ദ സ്പ്രെഡിങ് ബ്രാഞ്ച് ഓഫ് ബാനിയൻ ട്രീ, നമ്മുടെ ബാനിയൻ ട്രീയുടെ ബ്രാഞ്ചുകൾ വിച്ച് കർവ്ഡ് വിത്ത് ദ ഗ്രൗണ്ട്, അവരെന്ത് ചെയ്യുന്നു, അത് വളഞ്ഞു വരുന്നു ഗ്രൗണ്ടിലേക്ക്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, അതിന് വീണ്ടും വേരുകളുണ്ടാകുന്നു. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ച്, ഇതുപോലെ ഒരു മെയ്സ് ഓഫ് ആർച്ച് പോലെ അതിനെന്ത് ചെയ്യുന്നു, അതിന് വേരുകൾ താഴേക്ക് ഇങ്ങനെ വരുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഗവ് മീ ആൻഡ് ലെസ് പ്ലഷർ, എനിക്ക് വളരെയധികം സന്തോഷം നൽകുമായിരുന്നു. ഈ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം നൽകുമായിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഞാൻ ട്രീ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്. ആ ട്രീ എന്തായിരുന്നു, വളരെയധികം പഴക്കമുള്ളതായിരുന്നു. ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഞങ്ങളുടെ വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഞങ്ങളുടെ മുത്തച്ഛനേക്കാൾ, ഗ്രാൻഡ് ഫാദറിനേക്കാൾ അതിന് പഴക്കമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് തെറ, ഞങ്ങളുടെ ടൗണായുള്ള തെറാഡൂൺ, ആ ടൗണിനേക്കാളും എന്തായിരുന്നു, ആ ആൽമരത്തിന് പഴക്കമുണ്ടായിരുന്നു. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്, അത് തെറാഡൂൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ടൗണിനെ പരിചയപ്പെടുത്താണ്. നെസ്ലിംഗ് ഇൻ എ വാലി ഓഫ് ദ ഫുട്ട് ഓഫ് ഹിമാലയ, ഹിമാലയയുടെ ആ വാലിയിലേക്ക് ചേർന്ന് കിടക്കുന്ന ആ ഒരു പട്ടണം, ആ ടൗണ്, അതിനേക്കാൾ എന്തായിരുന്നു, പഴക്കമുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ട്രീക്ക് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തിയത് ആ ബനിയൻ ട്രീനെ കുറിച്ചിട്ടാണ്. ഇനി രണ്ടാമത് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് അവിടുന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു കൂട്ടുകാരനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്വയർ. അദ്ദേഹം പറയുകയാണ്, മൈ ഫസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ആദ്യ കൂട്ടുകാരൻ, അല്ലെങ്കിൽ ആൻഡ് ഫെമിലിയർ, എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു പരിചയക്കാരൻ, വാസ് എ സ്മാൾ ഗ്രേ സ്ക്വയർ, എനിക്കെന്തായിരുന്നു, ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞായിരുന്നു എൻ്റെ ആദ്യ കൂട്ടുകാരൻ. ആച്ചിങ് ഹിസ് ബാക്ക്, അവൻ ഇരിക്കുന്ന രൂപത്തെക്കുറിച്ച് പറയാം. അവൻ ബാക്കിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, എന്നിട്ട് എന്ത് ചെയ്യും, എയർ അവനിങ്ങനെ മണം പിടിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നും. ഈ സീംഡ് അറ്റ് ഫസ്റ്റ്, അവനെ ഞാൻ കണ്ടു എങ്ങനെ, അറ്റ് ഫസ്റ്റ്, ആദ്യ സമയം, ടു റെസെൻറ്റ് മൈ ഇൻവെൻഷൻ ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിലേക്ക് എൻ്റെ കടന്നുകയറ്റത്തെ, ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റത്തെ അവനെന്ത് ചെയ്യുന്നു, റെസെൻറ്റ് എന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു, പ്രതികരിച്ചിരുന്നു. അതായത് ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് ചെല്ലുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് എന്നാൽ വെൻ ഹി ഫൗണ്ട് ദാറ്റ്, അവൻ കണ്ടപ്പോൾ, ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റബിൾറ്റ്, എൻ്റെ കയ്യിൽ എന്തില്ല, ഒരു ചവണയോ അല്ലെങ്കിൽ എന്തായാലും ഒരു ആയുധമോ ഓർ എയർഗൺ, ഒരു എയർഗണ്ണോ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നവൻ കണ്ടപ്പോൾ, ഹി ബിക്കെയിം ഫാമിലിയർ, അവൻ എന്ത് ചെയ്തു, എന്നോട് കൂട്ടുകൂടാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ്, ഞാൻ എന്ത് ചെയ്യുന്നു, ആരംഭിച്ചപ്പോൾ, എന്തിന്, ഞാൻ അവന് എറിഞ്ഞു കൊടുത്തപ്പോൾ, ഹിം പീസ് ഓഫ് കേക്കുകളും ആൻഡ് ബിസ്ക്കറ്റുകളൊക്കെ എറിഞ്ഞു കൊടുത്തപ്പോൾ, ഈ ഗ്രൂഫ് ബോൾഡർ, അവൻ എന്ത് ചെയ്തു, അവൻ വലുതാകാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ, അവൻ എന്നോട് പരിചയപ്പെടാനും തുടങ്ങി. ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, മാത്രമല്ല അവൻ എൻ്റെ കയ്യിൽ നിന്ന് വരെ കേക്കുകളും അതുപോലെ തന്നെ ബിസ്ക്കറ്റുകളൊക്കെ, ഫുഡുകളൊക്കെ കൊണ്ടുപോകാനും തുടങ്ങി. അത്രയും പരിചയപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ആദ്യം അദ്ദേഹം പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി വന്നത് ഒരു അണ്ണാനായിരുന്നു. Before long, he was delving into my pockets and helping himself to whatever he could find. കൂടുതൽ വൈകാതെ അവൻ
അവന് വേണ്ട സാധനങ്ങളെല്ലാം ഡെൽവിങ് എന്ന് പറഞ്ഞാൽ അവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പോക്കറ്റിൽ നിന്ന്, എൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ സെർച്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ കണ്ടെത്താനും തുടങ്ങി. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർച്ച് കേട്ടോ. ഹി വാസ് എ വെരി യങ് സ്ക്വയറൽ. അവനെന്താണ്, ഒരു ചെറിയ അണ്ണാൻ, എന്താണ്, വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ ചെറുപ്പം തോന്നുന്ന ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ടേസ്റ്റിംഗ് എ ഹ്യൂമൻ. എന്താണ്, അവൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ അവൻ്റെ റിലേറ്റീവ്സ്, അവൻ്റെ പരിചയക്കാർ, ബന്ധുക്കാർ, അല്ലെങ്കിൽ അവൻ്റെ മറ്റുള്ള അണ്ണാൻ എന്താണ്, അവനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അവനൊരു ഹെഡ് സ്ട്രോങ് ആണ്. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവനെന്താണ്, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവൻ, അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരനാണ്. ആൻഡ് ഫൂളിഷ്, ഒരു വിഡ്ഢിയുമാണ്. ടേസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനോട് ചങ്ങാത്തം കൂടുന്ന ഒരു എന്താണ്, എടുത്തുചാട്ടക്കാരനാണ് അവനെന്ന് അവർ വിശ്വസിക്കുമായിരുന്നു എന്ന് ഈ കുട്ടി അനുമാനിക്കണം, അതായത് നമ്മുടെ ഓദർ അനുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്താണ്, നമ്മൾ ഇന്ന് പൊതുവെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ എന്താണ് നമ്മുടെ എന്താണ് ആൽമരത്തിനെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു കൂട്ടുകാരനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ റസ്കിൻ ബോണ്ട് എന്നുള്ള നമ്മുടെ ഓദറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.